മഹദി സംഘങ്ങളുണ്ട്, മഹദിന്റെ പേരിൽ സംഘങ്ങൾ. ഇന്ന് ലോകത്ത് ഞാൻ അറിഞ്ഞോളത്തോളം 20ഓളം സംഘടനകളുണ്ട്, മഹദി സംഘങ്ങൾ. ഞങ്ങളാണ് മഹദിയുടെ ആളുകൾ. അതിൻ്റെ പേര് ചൂഷണം ചെയ്യുക ജനങ്ങളെ. മഹദി സംഘങ്ങൾ എത്രയോ ചരിത്രത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, എത്രയോ. അതൊന്നും മാത്രമല്ല, AD 874 ജനിച്ച് 934 മരിച്ച, AD 1900 അല്ല, AD 874 ജനിച്ച് 934 മരിച്ച അബ്ദുള്ള അഹ്മദി ബില്ല, അതെ, അബ്ദുള്ള അൽ മഹ്ദി ബില്ല, ഫാത്തിമ ഖലീഫയായിരുന്നു. അയാൾ ഞാൻ മഹ്ദിയാന്ന് വധിച്ചാണ്. അയാൾ ഞാൻ മഹ്ദിയാണെന്ന് വധിച്ചാണ്. സഫാവിദുകളുടെ ഇടയിലുണ്ട്, സഫാവിദുകളാണ് അതിൻ്റെ ഇടയിലുണ്ട്. അങ്ങനെ ചരിത്രത്തിൽ പലപ്പോഴും ഞാൻ മഹ്ദിയാന്ന് വധിച്ച ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അവർ ലോകാവസാനത്തെ പ്രതീക്ഷിച്ചിട്ടുള്ളവരുമാണ്. മുസ്ലിങ്ങളിൽ മാത്രമല്ല, മുസ്ലിം അല്ലാത്ത വിഭാഗത്തിലാണ് ഇപ്പൊ ഞാൻ ഈ ജോണിന്റെ വിഭാഗത്തെ കാണിച്ചത്. മുസ്ലിങ്ങളല്ലല്ലോ, അത്തരം കൾട്ടുകൾ മറ്റു സമുദായങ്ങളിലുണ്ട്. മഹ്ദിയാന്ന് വാദിക്കുന്ന ഇഷ്ടം പോലെ, മിശിഹയാണെന്ന് വാദിക്കുന്ന ഇഷ്ടം പോലെ ആളുകൾ ഇപ്പോൾ ക്രിസ്ത്യാനികളിലുണ്ട്. അത് മുതലെടുപ്പ്, പിന്നെ വിഷാദ രോഗം, മാനസിക രോഗമാണ്. ഞാൻ മഹ്ദിയാണ് തോന്നൽ മാനസിക രോഗമാണ്. ഇനി പരിഹാരം ഉണ്ടാക്കണം. മഹ്ദിയാണെന്ന് മഹ്ദിയോട്ട് പറയില്ല, അതിന്റെ പേരിൽ കുറച്ചാളുകൾ തിന്നും കുടിച്ച് നടക്കൂല. അങ്ങനത്തെ മഹ്ദിനെ ഉറപ്പിച്ചോളാം മഹ്ദിയല്ല. ഞാനാണ് മഹ്ദി, വരിയും മഹ്ദി, ഇത് മതി അറിയില്ല. മഹ്ദിന്റെ ഒപ്പം ആളോട് കൂടെ ചെയ്യുക, ജനങ്ങൾക്കൊരു ഉത്ബോധനം ഉണ്ടാവും, ഒരു ഉള്ളറിവ്, ഇത് മഹ്ദിയാണ്. മഹ്ദിക്കും അറിയും, എന്നറിയും, അന്നറിയും. തൻ്റെ കുട്ടിക്കാലത്ത് മഹ്ദിക്കാൻ മഹ്ദിയെന്നറിയില്ല, 40 വയസ്സ് കഴിയാതെ മഹ്ദിക്കാൻ മഹ്ദിയെന്നറിയില്ല. മഹ്ദി പരിശീലനമില്ല, മഹ്ദി ഇൻസ്റ്റിറ്റ്യൂട്ടില്ല, മഹ്ദി സംഘടനയില്ല. യുസ്ലിഹു ഫീ ലൈല, ഒരു രാത്രിക്കിടയിൽ അദ്ദേഹത്തിന് ബോധ്യപ്പെടും ഞാനാണ് മഹ്ദി. പിറ്റേന്ന് രാവിലെ യൂറോപ്പ് തകരും. അതിൻ്റെ ഇടയിൽ ഒരു വ്യത്യാസമല്ല. അതിനപ്പുറം മാനസിക രോഗം, ഭ്രാന്ത്, മാനസിക രോഗം.